ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നൂറയുടെ ഉമ്മയുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നൂറയുടെ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നൂറ ഇറങ്ങിപ്പോവാൻ എന്താണ് കാരണമെന്നും എന്തുകൊണ്ടായിരിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ നമുക്ക് കേട്ടപ്പോൾ മനസ്സായ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ആർഭാട ജീവിതം നയിക്കുവാൻ അവർ കൂട്ടുനിന്നിരുന്നില്ല. നൂറയുടെ തന്നിഷ്ടത്തിന് മാത്രം ജീവിക്കുവാൻ അവർ കൂട്ടുനിന്നിരുന്നില്ല. വീട്ടുകാരാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചില്ല. സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്തുവാൻ വേണ്ടി തീർച്ചയായിട്ടും മാതാപിതാക്കൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ നൂറ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ വരുന്നതിന് മുമ്പായാലും വീട്ടുകാരെ കുറിച്ച് ഒരുപാട് തരത്തിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ശരിയല്ല എന്ന തരത്തിലാണ് നൂറയുടെ അമ്മയുടെ വാക്കുകളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നൂറ ഒരു ഫേക്ക് പേഴ്സൺ ആണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ വേണ്ടി പറയുന്ന പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കൂടാതെ അവരുടെ ഗാർഡിയൻ, അവരുടെ മാത്രമല്ല, ആരൊക്കെ എങ്ങനെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരു ഗാർഡിയൻ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം ആ ഗാർഡിയൻ. അപ്പൊ ആ ഗാർഡിയൻ പുറത്തു വന്നപ്പോഴും ഹൗസിനുള്ളിൽ പോയി ഇവരെ കണ്ട് തിരിച്ച് പുറത്തു വന്നപ്പോഴും പല ചാനലുകൾക്കും പറഞ്ഞൊരു കാര്യം കേട്ടിരുന്നു, അവർ പുറത്തു വരുമ്പോൾ വന്നു കഴിയുമ്പോൾ പല പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന്. എന്ത് കാര്യങ്ങളും വെളിപ്പെടുത്താനുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ, നമ്മൾ വീട്ടുകാരെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നൊക്കെ ഉള്ളത്. നമ്മളെ വളർത്തി ഈ പ്രായം വരെ നോക്കി വളർത്തി അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ തള്ളി പറയുന്നത് സാധാരണമാണ്. ഇപ്പൊ അതൊരു ട്രെൻഡാണ്, ഒരു ഫാഷനാണ്. അപ്പൊ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഥകളായിരിക്കാം പുതിയതായിട്ട് അടിച്ചിറക്കുന്നത്. അതിന് കൂട്ടിന് മറ്റൊരു അദ്ദേഹം കൊണ്ടുണ്ടല്ലോ, ആദില, ആൺപെൺപുലി എന്ന് പറയാൻ പറ്റില്ല, ആൺപെൺപുലി. അദ്ദേഹത്തിന്റെ കൂട്ടുണ്ടല്ലോ. പിന്നെ അവരുടെ ഫ്രണ്ടായിട്ടും ഗാർഡിയനായിട്ടും അദ്ദേഹം വേറൊരാളും കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കളെ, നിങ്ങൾ എത്രയൊക്കെ നുണ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഒടുവിൽ സത്യം ജയിക്കും. പിന്നെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ്. അതുകൊണ്ട് മാക്സിമം ഇനിയെങ്കിലും പറയുന്ന കാര്യം കറക്റ്റായിട്ട് പറയാൻ നോക്കുക.